Hello everyone, welcome to Easy Medicos. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് ഫിസിയോളജിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബ്ലഡിനെ കുറിച്ചുള്ള അതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ബ്ലഡിന്റെ ഫംഗ്ഷനും കൂടാതെ ബ്ലഡിന്റെ കോമ്പോസിഷനിൽ അതിന്റെ ഫ്ലൂയിഡ് മെട്രിക്സ് ആയിട്ടുള്ള പ്ലാസ്മയെ കുറിച്ചായിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ആദ്യം തന്നെ ബ്ലഡിന്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ളൊരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ഈ നമ്മുടെ ബോഡിയിൽ ഈ ബ്ലഡ് കാണുന്ന ആ ഒരു വോളിയം, ബ്ലഡിന്റെ വോളിയം എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. അതായത് 8% ഓഫ് ടോട്ടൽ ബോഡി വെയിറ്റ്. 8% ഓഫ് ടോട്ടൽ ബോഡി വെയിറ്റ് ആണ് ബ്ലഡിന്റെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബ്ലഡിന്റെ വോളിയത്തിൽ നമുക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ആണെങ്കിൽ ആ ന്യൂ ബോൺ ബേബിയുടെ ബോഡിയിലുള്ള ബ്ലഡിന്റെ അളവ് എന്ന് പറയുന്നത്, ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് 450 മില്ലി ആണ്. എത്രയാണ്? 450 മില്ലി ഇൻ ന്യൂ ബോൺ ബേബീസ്. ഇനി ഈ ഒരു കുട്ടി വലുതായി അഡൽഹുഡിലൊക്കെ എത്തുമ്പോൾ കാണുന്ന ആ ഒരു വോളിയമാണ് ഈ ഒരു 5 ലിറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു 5 ലിറ്റർ ഈവൻ മെയിലിലും ഫീമെയിലിലും നമുക്ക് മാറ്റമുള്ളതായിട്ട് കാണാം. അതായത് മെയിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡിന്റെ വോളിയം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ജനറലി പറയുമ്പോൾ ഫീമെയിൽസിൽ നമ്മൾ പറയാം 4 to 5 ലിറ്റർ ഓഫ് ബ്ലഡും മെയിലിൽ 5 to 6 ലിറ്റർ ഓഫ് ബ്ലഡ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡിന്റെ വോളിയത്തിലും ധാരാളം ചേഞ്ചസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലഡിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ആൻഡ് അതിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. ഈ pH എന്തായാലും നോട്ട് ചെയ്യുക, കാരണം ധാരാളം എൻട്രൻസ് എക്സാമിനേഷൻസിന് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബ്ലഡിന്റെ pH എന്ന് പറയുന്നത് 7.4 ആണ്. ആൻഡ് അത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ഇനി ബ്ലഡിന്റെ കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വേരീസ് ഫ്രം ബ്രൈറ്റ് ടു ഡാർക്ക് റെഡ്. അപ്പോൾ ബ്ലഡിന്റെ കളറിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആർട്ടറീസിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ബ്ലഡ് ആണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ എമൗണ്ട് ഓക്സിജൻ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അവിടെ കൂടുതൽ എമൗണ്ട് ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബ്ലഡിന്റെ കളർ എന്ന് പറയുന്നത് സ്കാർലറ്റ് റെഡ് ആയിരിക്കും. നമ്മുടെ വീനസ് ബ്ലഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബ്ലഡിന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ റെഡ് ആയിരിക്കും. അപ്പം ഇത്തരത്തിൽ ബ്ലഡിന്റെ കളറിലും വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ ബ്ലഡിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാമ്പേഴ്സ് ഒന്നുമല്ല, ബട്ട് ഇൻ കേസ് നമ്മുടെ വായിലൊരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡിന്റെ സ്വാഭാവികമായിട്ട് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോൾട്ടി മെറ്റാലിക് ടേസ്റ്റ് ആണ്. ആൻഡ് വിസ്കോസിറ്റി, അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് വാട്ടറിനെ അപേക്ഷിച്ച് 5 times മോർ വിസ്കസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബ്ലഡിന്റെ വിസ്കോസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മയും അതേപോലെ തന്നെ ബ്ലഡ് സെൽസും ആണ്. ഇതാണ് ബ്ലഡിന്റെ പ്രോപ്പർട്ടീസ്, ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്ലഡിന്റെ ഫംഗ്ഷൻസ് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലഡ് ധാരാളം ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് 4 രീതിയിലാണ് ബ്ലഡിന്റെ ഈ ഒരു ഫംഗ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ട്രാൻസ്പോർട്ടേഷൻ, റെഗുലേഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷൻ, അതായത് റെസ്പിറേറ്ററി സബ്സ്റ്റൻസുകളുടെയും ന്യൂട്രിയൻസുകളുടെയും അതേപോലെ തന്നെ ഹോർമോൺസിൻ്റെയും എൻസൈംസിൻ്റെയും ട്രാൻസ്പോർട്ടേഷനാണ് നമ്മുടെ ഈ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്പിറേറ്ററി സബ്സ്റ്റൻസുകളുടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള RBC നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനെ സെൽസിലേക്ക് അവരുടെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് RBC ഓക്സിജനെ ലങ്സിൽ നിന്നും സെൽസിലേക്ക് കൊടുക്കുന്നു. ഈ സെൽസ് ഇതിന് മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചും നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ബ്ലഡ് വഴി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ റെസ്പിറേറ്ററി സബ്സ്റ്റൻസുകളുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലഡ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസ് നമുക്കറിയാം നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിൽ നിന്നിട്ടും ഡൈജസ്റ്റഡ് ഫുഡ്സിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ ബ്ലഡാണ് നമ്മുടെ സെൽസിലേക്ക് അവരുടെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. നമുക്കറിയാം നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂണിറ്റ് തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ സൈറ്റിൽ നിന്നും അതിൻ്റെ ടാർജറ്റ് ടിഷ്യൂലേക്ക് അല്ലെങ്കിൽ ടാർജറ്റ് സൈറ്റിലേക്ക് ഈ ഒരു ഹോർമോൺസിനൊക്കെ എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്ലഡ് ത്രൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സെൽസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ മാത്രമല്ല, അതേപോലെ തന്നെ സെൽസിന് വേണ്ടാത്ത എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിനെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം അതായത് ലിവറിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ കൊണ്ടുകൊടുക്കാനൊക്കെ ഈ ഒരു ബ്ലഡ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഗുലേഷൻ വാട്ടറിൻ്റെയും ആസിഡ് ബേസ് ബാലൻസിനെയും അതേപോലെ തന്നെ തെർമൽ റെഗുലേഷനുമായിട്ടാണ് നമുക്ക് നമ്മുടെ ബ്ലഡ് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ റെഗുലേഷൻ, അതായത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സഹായിക്കുന്നുണ്ട്. ആസിഡ് ബേസ് ബാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ ബഫർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബഫേഴ്സായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു ആസിഡ് ബേസ് ബാലൻസിനെ
റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമൽ റെഗുലേഷൻ. തെർമൽ അതായത് ടെമ്പറേച്ചറിൻ്റെ റെഗുലേഷൻ. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡീൻ്റെ സർഫസിൽ ത്രൂ ഔട്ട് ആയിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബ്ലഡ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു റെഗുലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലഡ് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ്, ബ്ലഡ് ക്ലോട്ട് ഫോർമേഷനും അതേപോലെ തന്നെ ഇമ്മ്യൂൺ പ്രൊട്ടക്ഷനും. ബ്ലഡ് ക്ലോട്ട് ഇൻ കേസ് നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോട്ടിങ് മെക്കാനിസം, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ഒരു ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വലുതായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളതൊരു 2-3 വീഡിയോയ്ക്ക് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ബ്ലഡിലുള്ള ഈ ഒരു ക്ലോട്ട് മെക്കാനിസം ഒന്ന് ആക്ട് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ തടയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ബ്ലഡ് ക്ലോട്ട് പ്രൊട്ടക്ഷൻ. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂൺ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഈ ഒരു ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ല്യൂക്കോസൈറ്റ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ടുള്ള ഡിസീസ് കോസിങ് സബ്സ്റ്റൻസുകളുടെ ഇതിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഫംഗ്ഷൻ. സ്റ്റോറേജ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ടിഷ്യൂസിന് ഫുൾ ടൈം മിനറൽസും അതേപോലെ തന്നെ വാട്ടറും പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർവേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ് ഫ്ലൂയിഡ് ലോസോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ലോസോ സംഭവിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ബ്ലഡിൽ ഇത്തരത്തിലുള്ള വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു റെഡിമെയ്ഡ് സ്റ്റോറേജ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ ടിഷ്യൂസിനോ സെൽസിനോ ഒക്കെ ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സപ്ലൈ ചെയ്യാനും നമ്മുടെ ഈ ഒരു ബ്ലഡ് സഹായിക്കും. അപ്പം ഇതൊക്കെയാണ് ബ്ലഡിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഫങ്ഷൻസ് എന്നും പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബ്ലഡിൻ്റെ കോമ്പോസിഷൻ, അതായത് നമ്മുടെ ഈ ഒരു ബ്ലഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് മെട്രിക്സും അതേപോലെ തന്നെ ബ്ലഡ് സെൽസും ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മെട്രിക്സിനെ നമ്മൾ പ്ലാസ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് പ്ലാസ്മ എന്ന് പറയുന്നത് 55%-ലും കൂടാതെ ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഫോംഡ് എലമെൻസിനെ നമുക്ക് 45%-ലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിൽ നമുക്ക് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കൂടി കാണുന്നത് 45%-ലും ആൻഡ് ഈ പ്ലാസ്മ അതായത് ഫ്ലൂയിഡ് മെട്രിക്സ് കാണുന്നത് 55%-ലാണ്. അപ്പം ഇതാണ് ബ്ലഡിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്മ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് മെട്രിക്സ് ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മൾ ഈ ഒരു ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഹെമറ്റോക്രിറ്റ് വാല്യൂ ആണ്. അപ്പം എന്താണ് ഈ ഒരു ഹെമറ്റോക്രിറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹെമറ്റോക്രിറ്റിക് ട്യൂബ് എടുത്തു, അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു ആൻഡ് അതിൽ കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് ഉണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബ് ആൻഡ് അതിൽ സർട്ടൻ എമൗണ്ട് ഓഫ് ബ്ലഡ്. അപ്പം ഈ ഒരു ഹെമറ്റോക്രിറ്റിക് ട്യൂബിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുകയാണെങ്കിൽ സെൻട്രിഫ്യൂജ്, അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ മെഷീനിലേക്ക് കൊടുത്തിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്താണ്. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3000 RPM ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഹെമറ്റോക്രിറ്റിക് ട്യൂബിനെ 3000 റൊട്ടേഷൻ പെർ മിനിറ്റിൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ടെസ്റ്റ് ട്യൂബ് അതിൻ്റെ താഴെ നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് RBC സെഡിമെന്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗേഷന് ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് താഴെ സെഡിമെന്റ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പ്ലാസ്മ, ക്ലിയർ ഫ്ലൂയിഡ് ആയിട്ടുള്ള പ്ലാസ്മ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ഫ്ലൂയിഡ് പ്ലാസ്മ. ഓക്കെ, ഫ്ലൂയിഡ് മെട്രിക്സ് ആയിട്ടുള്ള പ്ലാസ്മേനെ നമുക്ക് മുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്മേൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 55%-ഉം ആൻഡ് ഈ ഒരു റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45%-ഉം ആണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയുടെ വോളിയത്തെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹെമറ്റോക്രിറ്റിക് വാല്യൂ അല്ലെങ്കിൽ പാക്ഡ് സെൽ വോളിയം PCV എന്ന് പറയുന്നത്. PCV. ഓക്കെ, അപ്പോൾ ഹെമറ്റോക്രിറ്റിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് RBC ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു RBC സെഡിമെന്റ് ചെയ്തിട്ടുള്ള RBCയുടെയും അതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഫ്ലൂയിഡ് പ്ലാസ്മയുടെയും ഇടയിലായിട്ട് നമുക്കൊരു വൈറ്റ് ലെയർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വൈറ്റ് ലെയറിലാണ് നമുക്ക് നമ്മുടെ WBCയും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും കാണാൻ സാധിക്കുന്നത്. WBCയും പ്ലേറ്റ്ലെറ്റ്സും ഈ ഒരു വൈറ്റ് ലെയറിൽ. അപ്പോൾ ഇതൊരു മൈന്യൂട്ട് കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഈ ഒരു WBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയും കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ RBCനെയാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു WBCൻ്റെയും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ലെസ് ദാൻ 1% ഒക്കെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഈ ഒരു എമൗണ്ടിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ RBCനെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെമറ്റോക്രിറ്റിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് RBC ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്ലഡിലുള്ള ഫ്ലൂയിഡ് മെട്രിക്സ് ആയിട്ടുള്ള പ്ലാസ്മയെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്ലഡിൽ 55% ഈ ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് അല്ലെങ്കിൽ പ്ലാസ്മയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡി വെയിറ്റിൻ്റെ 5% ആണ് ഈ ഒരു പ്ലാസ്മ എന്ന് പറയുന്നത്. ബോഡി വെയിറ്റിൻ്റെ 5%ഉം ബ്ലഡിൽ 55% ആണ് നമുക്ക് പ്ലാസ്മ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു പ്ലാസ്മയുടെ കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ സ്ട്രോ കളേർഡ് ആണ് ഈ ഒരു പ്ലാസ്മയുടെ കളർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻ, അതായത് 91 to 92% നമുക്ക് പ്ലാസ്മയിൽ വാട്ടറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെജോറിറ്റിയും പ്ലാസ്മയിൽ വാട്ടറാണ്, അതായത് 91 to 92%. അതേപോലെ തന്നെ സോളിഡ്സും കാണുന്നുണ്ട്, ഗ്യാസസും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോളിഡ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഗ്യാസസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഒക്കെ ഒരു കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാസ്മയിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ സോളിഡ്സ് നോക്കുകയാണെങ്കിൽ 7 to 8% നമുക്ക് കാണാൻ കഴിയുന്നത് സോളിഡ്സ് ആണ്. അപ്പോൾ സോളിഡ്സ് ബോത്ത് ഓർഗാനിക് ആസ് വെൽ ആസ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഓർഗാനിക് സബ്സ്റ്റൻസുകളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് കാണുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ്, അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു സോളിഡ്സിൽ 6.4 to 8.3 gram/dL. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിനെ കാണുന്നതിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ അളവെന്ന് പറയുന്നത് 6.4 to 8.3 gram/dL ആണ്. എൻ്റെ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൽ നമുക്ക് ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, അതേപോലെ തന്നെ ഫൈബ്രിനോജനും കാണുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമിനോ ആസിഡ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ്, അതായത് ബോത്ത് എസെൻഷ്യൽ ആസ് വെൽ ആസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ എൻസൈംസ്, ഹോർമോൺസ്, അതേപോലെ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള നൈട്രോജീനിയസ് സബ്സ്റ്റൻസസ്, അതായത് ഇപ്പം അമോണിയ, ക്രിയാറ്റിനിൻ, ദെൻ യൂറിയ, യൂറിക് ആസിഡ്, ഇത്തരത്തിലുള്ള നോൺ പ്രോട്ടീൻ നൈട്രോജീനിയസ് സബ്സ്റ്റൻസുകളെയും നമുക്ക് നമ്മുടെ ഈ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിശ്ചിത അളവുണ്ട്, ഇതെല്ലാം നമുക്ക് ഒരു കറക്റ്റ് അളവിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 6.4 to 8.3 gram/dL ആണ് നമ്മൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിനെ കാണുന്ന ആ ഒരു അളവെന്ന് പറയുന്നത്. അതുപോലെ എല്ലാത്തിനും ഒരു അളവുണ്ട്. ഇതിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഹോമിയോസ്റ്റാസിസിന് ഇത് അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു 90 to 120 എന്ന് പറയുന്നത് ഒരു നോർമൽ റേഞ്ചാണ്. പക്ഷേ ഇതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ കോസ് ചെയ്യും. അതേപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 200 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മുടെ ബോഡിക്ക് കേടാണ്. അതേപോലെ ഇത് എല്ലാത്തിനും തന്നെ ഇപ്പോൾ നോൺ പ്രോട്ടീൻ നൈട്രോജീനിയസ് സബ്സ്റ്റൻസുകൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ക്രിയാറ്റിനിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 0.5 to 1.5 mg/dL ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഇതിനൊരു നോർമൽ റേഞ്ചസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ ഒരു ബ്ലഡിൽ കാണുന്നുണ്ട്, ഈ ഒരു പ്ലാസ്മയിൽ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ നിന്നും വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോസ്റ്റാസിസിന് അത് അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു ഹോമിയോസ്റ്റാസിസ് എന്നുള്ള വീഡിയോയിൽ കുറേ കാര്യങ്ങളുടെ വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ടുള്ള നോർമൽ റേഞ്ചും ആ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു സോളിഡ്സിൽ. അപ്പോൾ ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഡിയം, ക്ലോറിൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, അയൺ, കോപ്പർ, ഇത്ര ധാരാളം ഇനോർഗാനിക് സബ്സ്റ്റൻസുകളും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനും എല്ലാത്തിനും തന്നെ ഒരു നോർമൽ വാല്യൂ, ഇതൊക്കെ കാണുന്ന ഒരു നോർമൽ റേഞ്ച് ഉണ്ട്. അപ്പം ഈ ഒരു നോർമൽ റേഞ്ചിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഹോമിയോസ്റ്റാസിസിനെ അത് എഫക്റ്റ് ചെയ്യും. ഹോമിയോസ്റ്റാസിസിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ 91 to 92% വാട്ടറാണ്, അതേപോലെ 7 to 8% എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. ഈ ഒരു സോളിഡ്സിൽ ബോത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് എന്തായാലും ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് മേജർ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഒരു 6 to 7% നമുക്ക് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിനെയാണ് സോളിഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 to 7% പ്ലാസ്മ പ്രോട്ടീൻസ്, അപ്പോൾ അതിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് 6.4 to 8.3 grams/dL ആണ് നമ്മുടെ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് മേജറായിട്ട് കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽബുമിനും, ഗ്ലോബുലിനും, അതേപോലെ തന്നെ ഫൈബ്രിനോജനുമാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. അപ്പോൾ ഇതിൽ ആൽബുമിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് അബൻഡൻ്റ് ആണ്, അതായത് 55% നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആൽബുമിനെയാണ്. അപ്പോൾ ഈ ഒരു ആൽബുമിൻ്റെ അളവ് പറയുമ്പോൾ 4.7 gram/dL ആണ് ഈ ഒരു ആൽബുമിൻ്റെ അളവ്. 55% ആൽബുമിനാണ് ആൻഡ് ഇത് മോസ്റ്റ് അബൻഡൻ്റ് ആണ്. അടുത്ത് നമ്മൾ ഗ്ലോബുലിൻ നോക്കുകയാണെങ്കിൽ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് 38% ആണ്, അതായത് 2.3 gram/dL ആണ് ഏകദേശം ഈ ഒരു ഗ്ലോബുലിൻ്റെ അളവെന്ന് പറയുന്നത്. ആൻഡ് അത് നമുക്ക് വീണ്ടും അതിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യും, ആൽഫ, ബീറ്റ, ഗാമ ഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആൽഫേനെ വീണ്ടും ഉണ്ട്, ആൽഫ 1, ആൽഫ 2,
ബീറ്റേനെ നമുക്ക് β1 β2 ഒക്കെ ആയിട്ട് ഇതിന് ഫർദർ ഡിവിഷൻ ഉണ്ട് ഈ ഒരു ഗ്ലോബുലിൻ പ്രോട്ടീൻസിനെ. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് 7% ആണ് നമുക്ക് ഈ ഒരു ഫൈബ്രിനോജനെ കാണാൻ സാധിക്കുന്നത്. അതായത് 0.3 grams per deciliter ആണ് ഈ ഒരു ഫൈബ്രിനോജനെ നമുക്ക് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൽ കാണുന്ന അളവെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൽബുമിനാണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്നും. ആൻഡ് ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. അതായത് നമ്മുടെ കാപ്പിലറീസിൽ നിന്നിട്ടുള്ള ഈ ഒരു പ്ലാസ്മ ഫ്ലൂയിഡിൻ്റെ ലോസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആൽബുമിൻ മോസ്റ്റ് അബണ്ടൻ്റ് ആണ് ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷറാണ്. അടുത്തത് ഗ്ലോബുലിന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ ബോഡീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോബുലിൻ പ്രോട്ടീൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇറ്റ് പെർഫോം ഡിഫറെൻറ്റ് എൻസൈമാറ്റിക് ആക്ഷൻ, അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് നാച്ചുറൽ ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതായത് ഫോറിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഗ്ലോബുലിൻ പ്രോട്ടീൻസ് ആയിരിക്കും. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രിനോജൻ മെയിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ടാണ്. അപ്പോൾ ബ്ലഡ് കൊയാഗുലേഷൻ്റെ ടൈമിൽ ഈ ഒരു ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലഡ് ലോസ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പോർഷനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് എന്താണ് പ്ലാസ്മ, സിംപ്ലി എന്താണ് പ്ലാസ്മ എന്ന് പറയുകയാണെങ്കിൽ പ്ലാസ്മേനെ നമുക്ക് പറയുമ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് മൈനസ് ബ്ലഡ് സെൽസ് എന്ന് സിമ്പിളായിട്ട് പറയാം. ബ്ലഡ് മൈനസ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് മൈനസ് ഫോംഡ് എലിമെന്റ്സ് ആണ് പ്ലാസ്മ. സിമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ പ്ലാസ്മേൻ്റെ ഉള്ള ഒരു ഡെഫിനിഷൻ പോലെ. ഇനി നമ്മൾ എന്താണ് സിറം ഓക്കെ, സിറം എന്നുള്ള ടേം നോക്കുകയാണെങ്കിൽ അതായത് സിറം നമ്മുടെ ബ്ലഡ് ക്ലോട്ടിൽ നിന്നിട്ടും പുറത്തേക്ക് വരുന്ന ഒരു സ്ട്രോ കളർഡ് ഫ്ലൂയിഡാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറത്തിൻ്റെ ഒരു വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഈ ഒരു പ്ലാസ്മയുടെ സിമിലർ ആണ്. അതായത് 55% നമുക്ക് ഈ ഒരു സിറം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്മയും സിറവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് സിറത്തിൽ നമുക്ക് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫൈബ്രിനോജനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബ്ലഡ് ക്ലോട്ട് സംഭവിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന സ്ട്രോ കളർ ഫ്ലൂയിഡാണ് ഈ ഒരു സിറം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ. അപ്പം ഓക്കെ, അപ്പം സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ ആണ്. അപ്പോൾ ഫൈബ്രിനോജൻ കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിൻ്റെ ടൈമിൽ ഈ ഒരു ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്മയും സിറവും സെയിം വോളിയം കാര്യങ്ങളൊക്കെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. അതായത് ഫൈബ്രിനോജൻ എന്നിട്ടുള്ള ആ ഒരു പ്രോട്ടീനെ നമുക്ക് ഇവിടെ ഈ ഒരു സിറത്തിൽ കാണാൻ സാധിക്കുന്നില്ല. സോ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്, പ്ലാസ്മ പ്രോട്ടീൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ മീസെൻകൈം സെൽസിൽ നിന്നിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്ലാസ്മ പ്രോട്ടീൻസിൽ ഫസ്റ്റ് ഉണ്ടാകുന്നത് ആൽബുമിൻ ആണ്. അപ്പം എംബ്രിയോണിക് സ്റ്റേജിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ ആണ്. ആൻഡ് ബാക്കിയുള്ളത് അതായത് ഗ്ലോബുലിനും ഫൈബ്രിനോജനും ഒക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. നമ്മൾ അഡൽട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാസ്മ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസ്, നമ്മുടെ ലിവറിൻ്റെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സെൽസിൽ നിന്നിട്ടോ അതേപോലെ തന്നെ സ്പ്ലീൻ, ബോൺ മാരോ, കൂടാതെ നമ്മുടെ ഡിസിൻറ്റിഗ്രേറ്റിംഗ് ബ്ലഡ് സെൽസ് എന്നും അതേപോലെ തന്നെ നോർമൽ ടിഷ്യൂ സെൽസ് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ അഡൽട്ട്സിൽ. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഗാമ ഗ്ലോബുലിൻസ് നമ്മൾ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഈ ഒരു ഗാമ ഗ്ലോബുലിൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബി ലിംഫോസൈറ്റ്സിൽ നിന്നിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെപ്പറേഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസിൽ അതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് precipitation മെത്തേഡ് ഉണ്ട്, സാൾട്ടിംഗ് ഔട്ട് മെത്തേഡ്, എലക്ട്രോഫോററ്റിക് മെത്തേഡ്, കോൺസ് ഫ്രാക്ഷണൽ precipitation മെത്തേഡ്, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്, ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി മെത്തേഡ്, ഇമ്മ്യൂണോ ഇലക്ട്രോഫോററ്റിക് മെത്തേഡ്. അപ്പോൾ ഇത്തരം ധാരാളം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിനെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ നിന്നിട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ മോളിക്കുലാർ വെയിറ്റ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൽ ആൽബുമിൻസും ഗ്ലോബുലിൻസും ഫൈബ്രിനോജനും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മോളിക്കുലാർ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആൽബുമിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 69,000 ആണ്, ഗ്ലോബുലിൻ എന്ന് പറയുന്നത് 1,56,000, ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് 4 lakh ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫൈബ്രിനോജനാണ് എല്ലാത്തിനും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മോളിക്കുലാർ വെയിറ്റ്. അപ്പം മോളിക്കുലാർ വെയിറ്റ് ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഫൈബ്രിനോജന് 4 lakh ആണ് ഈ ഒരു ഫൈബ്രിനോജൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് ഓസ്മോട്ടിക് കൊളോയിഡൽ പ്രഷർ, നമ്മൾ ആൽബുമിൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു ഏറ്റവും അബൻഡൻ്റ് ആയിട്ട് കാണുന്നത് ഈ ഒരു ആൽബുമിനാണ്. ആൻഡ് ഓസ്മോട്ടിക് കൊളോയിഡൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആൽബുമിൻ സഹായിക്കുന്നത്. ബ്ലഡ് കൊയാഗുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫൈബ്രിനോജൻ ഉണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഗാമ ഗ്ലോബുലിനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഗ്ലോബുലിനെ നമ്മൾ മൂന്നായിട്ട് പറഞ്ഞു, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അതിൽ ഗാമ ഗ്ലോബുലിനാണ് മെയിനായിട്ട് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ഗാമ ഗ്ലോബുലിനെ നമ്മൾ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നും പറയുന്നുണ്ട്. അടുത്തത് ട്രാൻസ്പോർട്ട് മെക്കാനിസം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ്, അത് മെയിനായിട്ട് ആൽബുമിനും അതേപോലെ തന്നെ ആൽഫ ആൻഡ് ബീറ്റ ഗ്ലോബുലിൻസും ആണ്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത് അയണിൻ്റെ ട്രാൻസ്പോർട്ടാണ് ഈ ഒരു ട്രാൻസ്ഫെറിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആൻഡ് സെറുലോപ്ലാസ്മിൻ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ ട്രാൻസ്പോർട്ട്. ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ ട്രാൻസ്പോർട്ട്. ഹീമോഗ്ലോബിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ RBCക്ക് പുറമേ നടക്കുന്ന ഹീമോഗ്ലോബിൻ്റെ ട്രാൻസ്പോർട്ടുമായിട്ടാണ് ഹാപ്റ്റോഗ്ലോബിൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഹീമോപെക്സിൻ എന്ന് പറയുന്നത് ഹീം ബൈൻഡിങ് ആസ് വെൽ ആസ് അതിൻ്റെ ട്രാൻസ്പോർട്ടായിട്ട് ഹീമോപെക്സിൻ ഉണ്ട്. ആൻഡ് ട്രാൻസ്തൈററ്റിൻ അപ്പോൾ ഏർലിയർ നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീ ആൽബുമിൻ എന്നായിരുന്നു. ട്രാൻസ്തൈററ്റിനെ നമ്മൾ ആദ്യം പ്രീ ആൽബുമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതും പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ബൈൻഡിങ്ങും അതിൻ്റെ ട്രാൻസ്പോർട്ടുമായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്തൈററ്റിനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്, അതായത് പ്ലാസ്മ ഫെറസിസ്. അപ്പോൾ എന്താണ് പ്ലാസ്മ ഫെറസിസ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ബ്ലഡിൽ നിന്നും പ്ലാസ്മയെ മാത്രം സെപ്പറേറ്റ് ചെയ്യുക, റെഡ് ബ്ലഡ് സെൽസ് സെപ്പറേറ്റ് ചെയ്യാണ്ട് നമ്മുടെ ഈ ഒരു പ്ലാസ്മേനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പ്ലാസ്മ ഫെറസിസ് എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ബ്ലഡ് വിത്തൗട്ട് റിമൂവിങ് RBC. അങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു പ്ലാസ്മേനെ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരാളുടെ ബോഡിയിലേക്ക് തിരിച്ച് നമ്മൾ RBC കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്ലാസ്മ ഫെറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പം എക്സസ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ഉള്ള ഒരാളുടെ ബോഡിയിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരമായിട്ടുള്ള ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ കൂടുതൽ ഒരു ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ബോഡിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാസ്മ ഫെറസിസ് നടത്തുന്നത്. അതായത് പ്ലാസ്മേനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് AID, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾക്കെതിരെയുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടെമ്പററി ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ അറിയാം, അതായത് ഒരാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം സെൽഫ് ടിഷ്യൂസിനെ നശിപ്പിക്കുക, അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ മൈസ്റ്റീമിയ ഗ്രാവിസും അതേപോലെ തന്നെ ഗുഡ് പാസ്ചർ സിൻഡ്രോത്തിലൊക്കെ ഈ ഒരു മെത്തേഡ് പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻസ് ഇൻ പ്ലാസ്മ പ്രോട്ടീൻ ലെവലാണ്. അതായത് പ്ലാസ്മ പ്രോട്ടീൻ്റെ ആ ഒരു നോർമൽ വാല്യൂ, അത് കാണുന്ന ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 6.4 to 8.3 gram per deciliter ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാല്യൂവിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിനെ അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ലെവലിൽ ഇൻക്രീസ് ഇൻ ലെവലാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പർ പ്രോട്ടീനീമിയ, ആൻഡ് ഡിക്രീസ് ഇൻ ലെവലാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോ പ്രോട്ടീനീമിയ. ഈ ഒരു ഹൈപ്പർ പ്രോട്ടീനീമിയയുടെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ആവാം, ഹീമോലൈസിസ് ആവാം, അക്യൂട്ട് ഇൻഫെക്ഷൻസ്, ലിവർ സിറോസിസ് അല്ലെങ്കിൽ ല്യൂക്കീമിയ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ആൽക്കഹോളിസം. അപ്പം ഇതൊക്കെ ഈ ഒരു ഹൈപ്പർ പ്രോട്ടീനീമിയയുടെ കണ്ടീഷൻസ് ആണ്. ഇനി നമ്മൾ ഹൈപ്പോ പ്രോട്ടീനീമിയ നോക്കുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ ലെവൽ, ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ്റെ ലെവലിൽ വരുന്ന ഡിക്രീസിനെയാണ് നമ്മൾ ഹൈപ്പോ പ്രോട്ടീനീമിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാൽന്യൂട്രീഷൻ ആവാം, ബേൺസ് ആവാം, ഹെമറേജ് ആവാം, അതേപോലെ തന്നെ പ്രഗ്നൻസി, ലിവർ സിറോസിസ്, ഇതൊക്കെ ഈ ഒരു ഹൈപ്പോ പ്രോട്ടീനീമിയയുടെ കണ്ടീഷൻസ് ആണ്. ഇപ്പം നമ്മൾ ടോട്ടലി ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ്റെ ലെവലിൽ വരുന്ന ഇൻക്രീസിനും ഡിക്രീസിനുമാണ് പറഞ്ഞത്. ഇനി ഓരോ പ്രോട്ടീൻ വീതം, അതായത് ആൽബുമിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആൽബുമിൻ്റെ ലെവലിൽ വരുന്ന ഇൻക്രീസിനെ നമ്മൾ ഹൈപ്പർ ആൽബുനീമിയ എന്നും ഡിക്രീസിനെ ഹൈപ്പോ ആൽബുനീമിയ എന്നാണ് പറയുന്നത്. ഹൈപ്പർ ആൽബുനീമിയയുടെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ആവാം, കാർഡിയാക് ഫെയിലിയർ ആവാം, അതേപോലെ തന്നെ എക്സസ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആവാം. ഇനി നമ്മൾ ഡിക്രീസിനാണ് നമ്മൾ പറഞ്ഞ ഹൈപ്പോ ആൽബുനീമിയ. ഇതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷൻ, ലിവർ സിറോസിസ്, ബേൺസ് അല്ലെങ്കിൽ ഓവർ ഹൈഡ്രേഷൻ, ഇതൊക്കെ ഈ ഹൈപ്പോ ആൽബുനീമിയയുടെ കണ്ടീഷൻസ് ആണ്. ഇനി നമ്മൾ അടുത്ത പ്രോട്ടീൻ, അതായത് ഗ്ലോബുലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബുലിനിൽ വരുന്ന ഇൻക്രീസ് ഇൻ ലെവലിനെ നമ്മൾ ഹൈപ്പർ ഗ്ലോബുലിനീമിയ എന്നും ഡിക്രീസ് ഇൻ ലെവലിനെ ഹൈപ്പോ ഗ്ലോബുലിനീമിയ എന്നാണ് പറയുന്നത്. ഹൈപ്പർ ഗ്ലോബുലിനീമിയയുടെ കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർ സിറോസിസ്, ക്രോണിക് ഇൻഫെക്ഷൻസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതൊക്കെ ഈ ഒരു ഹൈപ്പർ ഗ്ലോബുലിനീമിയയുടെ കണ്ടീഷൻസ് ആണ്. ഇനി നമ്മൾ ഹൈപ്പോ ഗ്ലോബുലിനീമിയയുടെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലാമ ഗ്ലോബുലിനീമിയ, എംഫൈസിമ, ഹീമോലിറ്റിക് അനീമിയ, അതേപോലെ തന്നെ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, ഇതൊക്കെ ഈ ഒരു ഹൈപ്പോഗ്ലോബുലിനീമിയയുടെ കണ്ടീഷൻസ് ആണ്. അടുത്ത് നമ്മൾ ഈ ഒരു ഫൈബ്രിനോജൻ, ഈ ഒരു പ്രോട്ടീൻ്റെ ഇൻക്രീസ് ആണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പർ ഫൈബ്രിനോജനീമിയ, ആൻഡ് ഡിക്രീസ് ആണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോ ഫൈബ്രിനോജനീമിയ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ഫൈബ്രിനോജനീമിയയുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഇൻഫെക്ഷൻ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, ട്രോമ, ഇതൊക്കെ ഈ ഒരു ഹൈപ്പർ ഫൈബ്രിനോജനീമിയയുടെ
കണ്ടീഷൻസ് ആണ്. ഇനി ഹൈപ്പോഫൈബ്രിനോജനീമിയ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലിവർ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോഫൈബ്രിനോജനീമിയയുടെ കണ്ടീഷനാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആൽബുമിൻ ഈസ് ടു ഗ്ലോബുലിൻ റേഷ്യോ, A:G, ആൽബുമിൻ ഈസ് ടു ഗ്ലോബുലിൻ റേഷ്യോ. ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പം ഈ റേഷ്യോയിൽ എന്തെങ്കിലും ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം, എക്സസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, അതേപോലെ തന്നെ ഹൈപ്പോ ഗാമ ഗ്ലോബുലിനേമിയ. അപ്പം ഇതാണ് ഈ ഒരു A:G, ആൽബുമിൻ ഈസ് ടു ഗ്ലോബുലിൻ 2:1 എന്ന ആ ഒരു റേഷ്യോയിൽ ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷൻസ്. ഇനി ഡിക്രീസ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ലിവർ ഡിസ്ഫങ്ഷനും അതേപോലെ തന്നെ നെഫ്രോസിസ്, ലിവർ ഡിസ്ഫങ്ഷൻ, നെഫ്രോസിസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് തന്നെ സജഷൻസോ ഒപ്പീനിയൻസോ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്